ചരിത്രപ്രസിദ്ധമായ മഹത്തായ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യജനകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വലിയ സന്തോഷത്തിലുമാണ്. മാത്രമല്ല, നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം മാധ്യമ വിചാരം, സനാതനധർമ്മവും മാധ്യമങ്ങളും എന്നുള്ള വിഷയമാണ്. എനിക്ക് മുമ്പേ സംസാരിച്ചവർ അതിൻ്റെ ചില ഭാഗങ്ങൾ പരാമർശിച്ചു പോയി എങ്കിലും അതിൽ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് മാധ്യമ വിചാരത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, എൻ്റെ സുഹൃത്ത് ഷാജൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ശുഷ്കമായ വേദിയായി പോയി എന്നുള്ള സങ്കടം എനിക്കുണ്ടെങ്കിലും അത് വലിയ ദുഃഖമല്ല. കാരണം ചെറുതിൽ നിന്നാണ് വലുതൊക്കെ ആരംഭിക്കുന്നത്. മഴ പെയ്യുന്നത് തുള്ളികളായിട്ടാണ്, പിന്നെയാണ് അത് നദിയും കടലുമായി മാറുന്നത്. പല തുള്ളികൾ ചേർന്ന് വലിയ പെരുമഴയാവുകയും പിന്നീട് മഹാനദികളായി മാറും. നമ്മുടെ തൊട്ടടുത്ത് പമ്പ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ആളെണ്ണം കുറഞ്ഞു എന്നതല്ല, എത്ര പേർ കേൾക്കുന്നത് എത്ര പേർ ഉൾക്കൊള്ളുന്നു എന്നതാണ് കാര്യമെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സനാതനധർമ്മവും മാധ്യമങ്ങളും എന്നാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഞാനൊരു അധിക പ്രസംഗം പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ ശ്രോതാക്കളായി ഇരിക്കുന്ന എത്ര പേർക്ക് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പലർക്കും കഴിഞ്ഞു വരില്ല. കാരണം അതിൽ വ്യാഖ്യാനിച്ച് വരുമ്പോൾ വേദാന്തവുമായൊക്കെ ബന്ധപ്പെട്ട് പറയേണ്ടി വരും. കാരണം വേദത്തിൽ യജ്ഞവുമായി ബന്ധപ്പെട്ടാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയും, മറ്റു ചിലർ പറയും എല്ലാവരെയും സ്നേഹിക്കലാണെന്ന് പറയും. ഇതെല്ലാം ചേർന്നതാണ് സനാതനധർമ്മം. പക്ഷേ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ചെമ്പരത്തിപ്പൂവാണോ, ഒരു റോസാപുഷ്പമാണോ, ഒരു നാളികേരമാണോ, ഒരു നിലവിളക്കാണോ എന്നൊക്കെ എടുത്തു പറയാൻ അങ്ങനെ പറയാൻ കഴിയാത്ത ഒന്നാണ് സനാതനധർമ്മം. നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം ലോകത്തിന് മുഴുവൻ ക്ഷേമമുണ്ടാവട്ടെ എന്ന് പറയുന്നതാണ് സനാതനധർമ്മം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരെ സർവദേവോ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് പെയ്യുന്ന വെള്ളം ഒഴുകി കടലിൽ ചേരുന്നതുപോലെ ഏതു ദൈവത്തെ നീ നമസ്കരിച്ചാലും അത് കേശവൻ്റെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് പതിക്കും എന്ന് പറയുന്ന ഒരു ദർശനമുണ്ടല്ലോ. ലോകത്തെ എല്ലാ വിശ്വാസധാരകളെയും ഉൾക്കൊള്ളുന്ന, ഇൻക്ലൂസീവായിട്ടുള്ള, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന് പറയാം. വേണമെങ്കിൽ സ്പോഞ്ച് പോലെ എന്ന് പറയാം. നമ്മൾ ഒരിക്കലും പറയുന്നില്ല എൻ്റേത് മാത്രമാണ് ശരി, നിൻ്റെതെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല. ഞാനിവിടെ കോഴഞ്ചേരിയിൽ വന്നിട്ട് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ആനന്ദഭവൻ എന്നോ മറ്റോ ആണ് ഹോട്ടലിൻ്റെ പേര്. അവിടെ കയറി നോക്കുമ്പോൾ അവിടെ കുറേ ദൈവങ്ങളുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ ഏറ്റവും ആദ്യം വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പടവുമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് യേശുദേവൻ്റെ ചിത്രവുമുണ്ട്. എല്ലാത്തിലും മുല്ലപ്പൂമാല ഇട്ടിട്ടുണ്ട്. അതൊരു ഹിന്ദുവിൻ്റെ കടയാണ്. ഹിന്ദുവിൻ്റെ കടയായതുകൊണ്ട് മാത്രമാണ് അവിടെ യേശുദേവൻ ഉണ്ടാവുക, അവിടെ വേളാങ്കണ്ണി മാതാവ് ഉണ്ടാവുക, അല്ലെങ്കിൽ അബ്ബയിലെ ആ കറുത്ത കല്ലിൻ്റെ ചിത്രവും ഉണ്ടാവുക. ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഹിന്ദു എല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. അല്ലാതെ എൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ നീ നരകത്തിൽ പോകുമെന്നും പറയുന്ന ഒരു മതമല്ല ഹിന്ദുമതം. അതാണ് സനാതനം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് സനാതനം. നേരത്തെ ഷാജൻ പറഞ്ഞതുപോലെ പശു മുതൽ ബ്രാഹ്മണൻ വരെ ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് പറയുന്നത് പശുവിനും ബ്രാഹ്മണനും മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു മതമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഈ അടുത്ത കാലത്തും പറഞ്ഞത്. ബ്രാഹ്മണനും പശുവും മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കുള്ള മറ്റ് ജനങ്ങളുണ്ടല്ലോ, ബ്രാഹ്മണരല്ലാത്തവർ, അവരാരും മനുഷ്യരല്ല, അവർക്ക് പശുവിനുള്ള പരിഗണന പോലും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പശു എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്നത് 4 കാലും 1 വാലും 2 കൊമ്പും നമ്മൾ പ്രസവത്തിന് ശേഷം കറന്നാൽ വെളുത്ത പാല് കിട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവാണ് പശു എന്ന് കരുതുന്നതുകൊണ്ടാണ്. പക്ഷേ വേദത്തിൽ നമ്മൾ പറയുന്ന പശു, നമ്മൾ പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് ഹിന്ദു മതം പറയുന്ന, സനാതനം പറയുന്ന പശു സകല ജീവജാലങ്ങളുമാണ്. ഈ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ ജീവജാലം മുതൽ ഏറ്റവും വലിയ നീലത്തിമിംഗലം വരെയുള്ള ഒരു വർഗത്തെയാണ് പശു എന്ന് പറയുന്നത്. ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളുമാണ് പശു എന്ന 2 അക്ഷരം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്. ഇനി ബ്രാഹ്മണനോ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയവനാണ്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ,
ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊന്നും പറയണ്ട, നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാതുർവർണ്ണ്യം 4 ജാതികൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൃഷ്ണനാണ് ഏറ്റവും വലിയ ജാതിവാദി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കളായ ആളുകൾ ചൂളിപ്പോകും. കാരണം നമ്മളും കേട്ടിട്ടുണ്ട് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അടുത്ത വരി നമുക്കറിയില്ല. ഈ പറയുന്ന നമ്മളെ വിമർശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ചൂളിപ്പോകുന്ന നമുക്കറിയില്ല അടുത്ത വരി എന്താണ്. ഗുണകർമ്മ വിഭാഗശ. എങ്ങനെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം 4 ജാതികൾ ഞാൻ ഉണ്ടാക്കിയെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം, കർമ്മം അവനവൻ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് ഒരു ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾ ചെയ്യുന്ന കൃത്യം ബ്രാഹ്മണ്യമാണ്. എന്നാൽ ഒരു ബ്രാഹ്മണൻ്റെ മകൻ പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ബ്രാഹ്മണനല്ല, അവൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ മകൻ കച്ചവടം നടത്തിയാൽ അവൻ വൈശ്യനാണ്. ഇങ്ങനെയാണ് നമ്മൾ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒറ്റ വരി മാത്രം പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കും. നമുക്ക് അടുത്ത വരി, ഷാജൻ പറഞ്ഞ പോലെ ഹിന്ദുക്കളായ നമുക്ക് അടുത്ത വരി അറിയില്ല. അതുകൊണ്ട് നമുക്ക് നേരെ വിരൽ ചൂണ്ടുപോകും, നമ്മൾ ചൂളിപ്പോവും. എന്തൊരു കഷ്ടമാണ്, ഭഗവാൻ കൃഷ്ണൻ ഇത്രയും പോക്രത്തിനെയൊക്കെ പറഞ്ഞോ, അത് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ ചൂളിപ്പോവും. കാരണം നമ്മൾ നമ്മുടെ ധർമ്മം പഠിക്കുന്നില്ല, നമ്മുടെ ചരിത്രം പഠിക്കുന്നില്ല, നമ്മുടെ വേദം പഠിക്കുന്നില്ല, നമ്മുടെ ഇതിഹാസം പഠിക്കുന്നില്ല, നമ്മുടെ ഉപനിഷത്ത് കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഇത് ഈ സമൂഹം, ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ നിർഭാഗ്യമാണ്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.